നമസ്കാരം. എൻ്റെ എല്ലാ പ്ലസ് ടു കുട്ടികൾക്കും കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ട് കുറേ കാര്യങ്ങൾ ഇച്ചിരി കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിന്റെ ലാസ്റ്റ് പാർട്ടാണ്. കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് സംസാരിച്ചിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. കഴിഞ്ഞ ദിവസം ഞാനൊരു വ്യാഴാഴ്ച നിങ്ങൾക്ക് വേണ്ടി ആർട്ട്, അതായത് പെയിന്റിങ്, പലതരം പെയിന്റിങ്, മ്യൂറൽ പെയിന്റിങ്, പെൻസിൽ ഡ്രോയിങ്, ഓയിൽ പെയിന്റിങ്, ക്രാഫ്റ്റ് വർക്ക്, ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിന് ഒരു തരംതിരിവ് എനിക്കില്ല. നല്ലത് നോക്കി ആദ്യം വന്ന് നോക്കി ഒക്കെ പല രീതിയിലാണ് സെലക്ട് ചെയ്ത് വ്യാഴാഴ്ചകളിൽ ഇങ്ങനെ അത് തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ വർക്കുകൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. നന്നായിട്ട് വരയ്ക്കുന്ന, ചിലപ്പോൾ വീട്ടുകാർക്ക് പോലും അറിയത്തില്ല കുട്ടികൾ വരയ്ക്കുന്നുണ്ടെന്നുള്ളത്. അതാണ് സത്യം. അധ്യാപകർക്ക് അറിയത്തില്ല, വീട്ടുകാർക്ക് അറിയത്തില്ല. നമ്മൾ സ്വന്തമായിട്ട് പടം വരച്ച് നമ്മൾ മാറ്റി വെക്കും. നമ്മുടെ പടം എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ, ഇത് ശരിയാവുമോ, അങ്ങനെയുള്ള ഒരു തോന്നലും ഉണ്ടാകണ്ട. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് ചെയ്യാം. നിങ്ങൾ ഉറപ്പായിട്ട് യൂട്യൂബിനകത്ത് കമന്റ് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള നിങ്ങളുടെ കലാപരമായിട്ടുള്ള സൃഷ്ടികൾ, അത് ഏത് ടൈപ്പ് ഒക്കെ വേണം എന്ന് നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് ധൈര്യമായിട്ട് ചെയ്യാം. നമുക്ക് ഒരു ദിവസം അതിന് വേണ്ടി മാറ്റി വെക്കുന്നതിന് ഒരു കുഴപ്പമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു വ്യാഴാഴ്ച ദിവസം നമുക്ക് അതിന് വേണ്ടി മാറ്റി വെക്കാം. എനിക്ക് കുറച്ച് ഏറെ ബുദ്ധിമുട്ടായിരിക്കാം. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്ത് തരണ്ടേ. എല്ലാം വൃത്തിയായിട്ട് ചെയ്ത് അത് കേരളത്തിന് മുമ്പിൽ കാണുന്ന കുട്ടികൾക്ക് മുമ്പിൽ എല്ലാവർക്കും നല്ല വൃത്തിയായിട്ട് ചെയ്തു തരണം എന്നുള്ളൊരു ഇത് എനിക്ക് നല്ല മെനക്കെട്ട പരിപാടിയാണ്. പക്ഷെ അത് മെനക്കെട്ട പരിപാടിയല്ല. നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ടും 100% ചെയ്തിരിക്കും. അന്നേരം നിങ്ങൾ അടുത്ത ഏതൊക്കെ വേണം എന്നുള്ള, ഏതൊക്കെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇനിയും ഈ ഡ്രോയിങ്ങിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം, ആർട്ടിന്റെ കാര്യങ്ങൾക്ക് ശേഷം അടുത്ത ഏത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്ത് യൂട്യൂബിനകത്ത് ഉറപ്പായിട്ടും 100% കമന്റ് ചെയ്യണം. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം, പരീക്ഷയുടെ കാര്യം. ഒരുപാട് പേരും കമന്റ് ചോദിക്കുമ്പോൾ, ക്ലാസ് അങ്ങോട്ട് ഇടുമ്പോഴേ ചോദിക്കുന്ന കമന്റാണ്, സാർ ഇംപ്രൂവ്മെന്റ് എക്സാം എന്നാണ്? ഇംപ്രൂവ്മെന്റ് എക്സാം യഥാർത്ഥത്തിൽ ഇതുവരെ ഒരു ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. ഡേറ്റ് പ്രഖ്യാപിക്കാത്തപ്പോൾ നമ്മൾ അതങ്ങ് ഫുള്ളി മറന്നിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു ചാടി ഇങ്ങോട്ട് വന്നിട്ട് ഡേറ്റ് അനൗൺസ്മെന്റ്, അടുത്ത ആഴ്ച എക്സാം പെട്ടെന്ന് വരുന്നത്. അന്നേരം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ പ്ലസ് ടു ക്ലാസ്സുകൾ കേൾക്കുന്നത്, ഇപ്പം പ്ലസ് ടു ക്ലാസ്സുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം അന്നേരം പഠിച്ചു വെക്കുക. പ്ലസ് വണ്ണിന് എന്തായാലും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു ആഡ് ചെയ്തിട്ടാണ് സ്റ്റേറ്റിന് മാർക്ക് വരുന്നത്. CBSE അത് പ്രശ്നമില്ല. സ്റ്റേറ്റിന് അത് വലിയൊരു പ്രാധാന്യമുള്ളതാണ്. ആഡ് ചെയ്യുമ്പോൾ മാർക്ക് നിങ്ങളുടെ കുറയാൻ പാടില്ല. നിങ്ങൾ മാക്സിമം എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. മാക്സിമം മണിക്കൂർ ഇംപ്രൂവ്മെന്റിന് വേണ്ടി കരുതുക. മിനിമം മണിക്കൂർ നിങ്ങൾ പ്ലസ് ടു ഫിസിക്സിന് വേണ്ടി, ഇപ്പൊ ഫിസിക്സ് ആണ് എന്റെ സബ്ജക്റ്റ് എങ്കിൽ ഞാൻ ഫിസിക്സിനെ കുറിച്ച് പറയുമ്പോൾ ഫിസിക്സിന് വേണ്ടി പഠിച്ചു വെക്കണം. കാരണം 15 ചാപ്റ്റർ ഉണ്ട് പ്ലസ് ടു ഫിസിക്സ്. അങ്ങനെ കരുതിയിരിക്കുക. നമ്മളെല്ലാം പഠിച്ചു വെച്ചിട്ട് റിവൈസ് ചെയ്യാനുള്ള രീതിയിലിരിക്കുക. പഠിച്ചു വെച്ച് റിവൈസ് ചെയ്ത് ഇങ്ങനെ കയറി പ്ലസ് വൺ നല്ല അടിപൊളിയായിട്ട് ഇവിടെ മാർക്ക് മേടിക്കണം. മാർക്ക് മേടിച്ചതിന് ശേഷം നമ്മൾ ടപ്പടവേ നമുക്ക് ആഘോഷമോ സെലിബ്രേഷൻ ഒക്കെ ഉണ്ട്. അത് നിങ്ങളുടെ പരീക്ഷയുടെ മാർക്ക് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാം, ഈ കാണുന്ന എല്ലാ കുട്ടികൾക്കും ഗംഭീര മാർക്ക് കിട്ടട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നു. അങ്ങോട്ടും പ്രാർത്ഥന ഉണ്ടാവും. നന്നായിട്ട് പഠിക്കണം. പഠിച്ചതിന് ശേഷം മാർക്ക് മേടിക്കുമ്പോഴാണ് ഏറ്റവും സൂപ്പർ. പിന്നെ ഞാൻ പ്ലസ് ടു നവംബർ 5 എന്നുള്ളതാണ് ഡേറ്റ് പറഞ്ഞത്. നവംബർ 5 ഡേറ്റ് പറഞ്ഞു, ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞു. അതിനുശേഷവും ഒരുപാട് കുട്ടി നവംബർ 5 ഓൺലൈൻ പ്ലസ് ടു ഓൺലൈൻ രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞു. അതിനുശേഷവും ഇഷ്ടംപോലെ മെസ്സേജ് വരുന്നു. ഞാൻ മെസ്സേജ് വരുന്നവരൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, കോൾ ചെയ്യുന്നവരെ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇതൊരു ബിഗ് ഫാമിലിയായി, നല്ല ഫാമിലിയായി, ഒരു കുറേ ഗ്രൂപ്പുകളായി. അന്നേരം നിങ്ങൾക്കും ചേരണമെന്ന് എപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ചേരാൻ. കാരണം 15 യൂണിറ്റ് എല്ലാവരും എപ്പോഴും സംശയം ചോദിക്കാനുള്ളത്, ഞാൻ ഇപ്പോഴും ഇത് നിങ്ങൾ കാണുന്ന ഒരു ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. കാരണം എപ്പോഴും ചോദിക്കുന്നത്, സാറേ ഇപ്പം ഇനി ചേർന്ന് കഴിഞ്ഞാൽ മുമ്പത്തെ ക്ലാസ്സുകളെല്ലാം കിട്ടും, ആദ്യമുള്ള ക്ലാസ്സുകളെല്ലാം കിട്ടും. ഉറപ്പായിട്ടും നിങ്ങൾ എപ്പോൾ ചേരുന്നോ അതുവരെയുള്ള ക്ലാസ്സുകൾ ഫുള്ളും അതുവരെയുള്ള നോട്ട്സ് ഫുള്ളും ഉറപ്പായിട്ടും കിട്ടും. വെറും 2000 രൂപയ്ക്ക് ഫുൾ ക്ലാസ്, ഫുൾ നോട്ട്സ്. അതിനുവേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത്രയൊക്കെ പറയണമെങ്കിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടണം. ഇത് പറയണമെന്നല്ല, ക്ലാസ്സുകൾ ഇത്രമാത്രം കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ എല്ലാവരും ഹാപ്പിയാണ്. ഓൺലൈൻ ഗ്രൂപ്പ് നല്ല ഹാപ്പിയാണ്. ഒരു ബിഗ് ഫാമിലിയായി. ഇനി നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം. പിന്നെ മറ്റൊരു അഭ്യർത്ഥനയാണ്, നിങ്ങൾ എത്രമാത്രം ഇതായിട്ട് എടുക്കുമെന്ന് അറിയത്തില്ല, കാര്യമായിട്ട് എടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ ജൂനിയേഴ്സ് പ്ലസ് 1
നിങ്ങളുടെ 10ാം ക്ലാസ് നിങ്ങളുടെ കസിൻസും നിങ്ങളുടെ അറിയാവുന്നവർക്ക് ഒരുപാട് കുട്ടികൾ നിങ്ങൾക്ക് അറിയാവുന്നവർ സംശയമില്ലാതാണ്. അവർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ അവർക്ക് ഈ ക്ലാസ്സുകളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ കാര്യമായിരിക്കും. ഒരു എഡ്യൂക്കേഷൻ ചാനൽ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നല്ല ബുദ്ധിമുട്ടി വെള്ളം പിടിച്ച് വന്ന് തിരിച്ചു വന്ന് ക്ലാസ് എടുത്ത് ഫസ്റ്റ് എടുത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് 6-7 മണിക്കൂർ എടുക്കുന്നതിന്റെ ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കുട്ടികളിലേക്ക് എത്തണം ഉറപ്പായിട്ടും. അത് നിങ്ങൾ ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കസിൻസിനും നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കും എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കാണട്ടെ, കണ്ടിട്ട് തീരുമാനിക്കട്ടെ. നല്ലതാണ് ഈ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യട്ടെ. ഇതെല്ലാം ഓർത്തിരിക്കുക. നമുക്ക് ഇന്ന് ലാസ്റ്റ് പോർഷൻ ആണ് ബെർണോളീസ് തിയറം. അത് വിട്ടൊരു കളിയില്ല. നമുക്ക് തന്നെ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിന് നല്ലൊരു ഫിനിഷിംഗ് പോയിന്റ് കൊടുക്കുകയാണ് നമ്മളിവിടെ. ബെർണോളീസ് തിയറം നമുക്ക് ബെർണോളീസ് തിയറം പഠിക്കണം. ബെർണോളീസ് തിയറത്തിന്റെ പ്രൂഫ് പഠിക്കണം. അതിന്റെ ആപ്ലിക്കേഷൻസ് ഒന്ന് ഓടിച്ചൊന്ന് പോകണം. ഓടിച്ചൊന്നില്ല, അത്യാവശ്യം ഒന്ന് പോകണം. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് യൂണിറ്റിന് ഏതാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. തെർമൽ പ്രോപ്പർട്ടീസും കൈൻഡിക് തിയറിയൊക്കെയുള്ള ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സും നമുക്ക് ലാസ്റ്റ് യൂണിറ്റിലേക്ക് നമുക്ക് അടുത്ത ആഴ്ച കടക്കാം. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും ഒക്കെ ചെയ്ത് ക്ലീനപ്പ് ആക്കാം. അന്നേരം നിങ്ങൾ എപ്പോഴും കൂടെ നന്നായിട്ട് പഠിച്ച് പോവുക. ഓക്കെ, അന്നേരം സീരീസ് ബെർണോളീസ് തിയറത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെയോ? പവർ വരട്ടെ. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ബാഹുബലി ബെർണോളീസ് തിയറം. നമ്മൾ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് പഠിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരുപാട് പേരും ആകെ പറയുന്നൊരു പേര് ബെർണോളീസ് തിയറം പഠിച്ചുകൊണ്ട് പോകും പരീക്ഷയും. അങ്ങനെ ഇങ്ങനെ പഠിക്കരുത്. ബെർണോളീസ് തിയറം പഠിക്കണം. ബെർണോളീസ് തിയറം പ്രൂഫും അതിന്റെ ആപ്ലിക്കേഷനിലും പഠിക്കണം. ഈ പറഞ്ഞ ടോപ്പിക്കുകൾ നമ്മൾ പഠിപ്പിച്ച ടോപ്പിക്കുകൾ എല്ലാം പഠിച്ചിട്ട് പോകണം. എന്നാലേ ഗ്യാരണ്ടി ഉള്ളൂ. ഇനി നമ്മളൊരു മാർക്ക് കളയാൻ സമ്മതിക്കരുത്. മാർക്ക് നമ്മൾ പിടിച്ചെടുക്കണം കേട്ടോ. നല്ലൊരു പഠിച്ചാൽ മാത്രമേ നമുക്ക് അത് കിട്ടത്തുള്ളൂ. ഓക്കെ, അത് നമുക്ക് സമയം കളയണ്ട. ബെർണോളീസ് തിയറം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ബെർണോളീസ് തിയറം ഞാൻ നല്ല അടിപൊളിയായിട്ട് ഇതിന്റെ അല്ലേ, കുഴപ്പമില്ലല്ലോ, അടിപൊളിയായിട്ട് ഞാൻ ഇതിന്റെ ഡെഫിനിഷൻ ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ലോ ആവുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കണം. എന്താണ് ബെർണോളീസ് തിയറം? ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കാം. It states that Bernoulli's theorem states that in a streamline flow of a fluid, the total energy, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോ മൊത്തം ഇമ്പോർട്ടൻ്റ് ആണ്, ടോട്ടൽ എനർജി മാത്രമല്ല, ടോട്ടൽ എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. The total energy of a small amount of a fluid without any friction remains constant throughout the flow. ബെർണോളീസ് തിയറം നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലൂയിഡ് വേണം, അല്ലെങ്കിൽ ലിക്വിഡ് വേണം. അവിടെ ഒരു സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കണം, വിത്തൗട്ട് എനി ഫ്രിക്ഷൻ ആയിരിക്കണം, അവിടെ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ബെർണോളീസ് തിയറത്തിന്റെ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ. അന്നേരം ബെർണോളീസ് തിയറം states that in a streamline flow of a fluid, the total energy of a small amount of a fluid without any friction remains constant throughout the flow. ഈ സ്റ്റേറ്റ്മെന്റ് അങ്ങ് വൃത്തിയായിട്ട് പഠിക്കണം. ഒരു സ്ട്രീം ലൈൻ ഫ്ലോയിൽ ഫ്രിക്ഷൻ വിത്തൗട്ട് എനി ഫ്രിക്ഷൻ ഒന്നും ഇല്ലാതെ ഒരു ഫ്ലൂയിഡിൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അത് നിങ്ങൾ ആലോചിക്കും, ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് സാറേ ടോട്ടൽ എനർജി? കൈൻഡിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ? നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് മൂന്നാമതൊരു എനർജി ഇവിടെ വരുന്നുണ്ട്. അത് എനർജി ശ്രദ്ധിക്കേണ്ട എനർജിയാണ്. അന്നേരം നമുക്ക് 3 എനർജി നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ എനർജി ഒരു ലിക്വിഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് പ്രഷർ കാണും. പ്രഷർ ഇല്ലാത്ത മനുഷ്യനില്ല, പ്രഷറില്ല, എല്ലാത്തിനും പ്രഷറുണ്ട്. അന്നേരം പ്രഷർ എനർജി എന്ന് പറയുന്ന പുത്തൻ എനർജി നമ്മൾ ഇവിടെയാണ് പരിചയപ്പെടുന്നത്. പ്രഷർ എനർജി എല്ലാ ലിക്വിഡിനകത്തും ഒരു പ്രഷർ എനർജി ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം, കൈനറ്റിക് എനർജി നമുക്കറിയാം. ഇതാണ് ടോട്ടൽ എനർജി. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇങ്ങനെയൊന്നും എഴുതുകയും ചെയ്തത്. ടോട്ടൽ എനർജി ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സം ഓഫ് ബെർണോളീസ് തിയറി, ഇറ്റ് ഈസ് സം ഓഫ് പ്രഷർ എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബെർണോളീസ് തിയറി. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഇതുപോലെ പഠിച്ചു നല്ല വൃത്തിയായിട്ട് വെച്ചിട്ട് ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ എഴുതുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബെർണോളീസ് തിയറത്തിനകത്ത് എപ്പോഴും യൂണിറ്റ് മാസ് കൺസിഡർ ചെയ്യും. ഉദാഹരണം, പൊട്ടൻഷ്യൽ ഇക്വേഷൻ പെട്ടെന്ന് പറഞ്ഞേ mgh. യൂണിറ്റ് മാസ് എന്ന് പറഞ്ഞാൽ m എന്ന് പറയുന്നത് 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് gh എന്ന് എഴുതാം അല്ലേ? കൈനറ്റിക് എനർജി ഹാഫ് mv² ഇക്വേഷൻ. യൂണിറ്റ് മാസ് m ന് 1 എന്ന് കൊടുത്താൽ ½ v² എന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് ഈ രീതിയിലോട്ട് നമുക്ക് എഴുതാൻ പറ്റും.
യൂണിറ്റ് മാസ് കൺസിഡർ ചെയ്തിട്ടാണ് ബെർണോളി സ്ഥിരം നമ്മൾ എടുക്കുന്നത്. അതിന്റെ അഗാധ കർത്തങ്ങളിലേക്കൊന്നും പോകണം, അത് മാത്രം പഠിച്ചിരിക്കുക. ഞാൻ എഴുതാൻ പോവാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. പ്രഷർ എനർജി, ആദ്യം പ്രഷർ എനർജി ആയിക്കോട്ടെ. പ്രഷർ എനർജി പ്ലസ് ഓക്കെ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. നിങ്ങൾ കൈനറ്റിക് എനർജി എന്നാണ് എഴുതിയാണ്, ഞാൻ കെയ്യുന്നൊക്കെ ഞങ്ങൾ ഷോർട്ടായിട്ട് എഴുതിയാണ്. പ്രഷർ എനർജി പി ബൈ റോ, പി പ്രഷർ, റോ ഡെൻസിറ്റി, പ്ലസ് യൂണിറ്റ് മാസ് ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജിയുടെ എല്ലാം ജി എച്ച്. ഇത് ഓർത്തിരിക്കണം, പി ബൈ റോ ആണ് പ്രഷർ എനർജി. യൂണിറ്റ് മാസ് കൺസിഡർ ചെയ്തിട്ടുള്ള പ്രഷർ എനർജി പി ബൈ റോ ആണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ജി എച്ച്, എം ജി എച്ച് ആണ്. ഇപ്പൊ 1 ആയതുകൊണ്ടാണ് ജി എച്ച് എടുത്തത്. ബെർണോളി സ്ഥിരത്തിനകത്ത് അത് മാത്രമേ ആവശ്യമുള്ളൂ, അത് വളരെ കാര്യമായിട്ട് എടുക്കുന്ന വിഷയമാണ്. കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ആണ്, മാസ് m1 ആകുമ്പോൾ ഹാഫ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. കണ്ട 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 ഇതാണ് നമ്മൾ പറഞ്ഞ ആൾ ബെർണോളി സ്ഥിരം. ബെർണോളി സ്ഥിരം ഇക്വേഷൻ ആണ് പി ബൈ റോ പ്ലസ് ജി എച്ച് പ്ലസ് ഹാഫ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇനി പ്രൂഫിനൊക്കെ ആവശ്യമാണല്ലോ. ഒരു പൈപ്പ് ചിലപ്പോൾ 2 സെക്ഷൻ ഉള്ള പൈപ്പ് കാണത്തില്ല, 2 സെക്ഷൻ ഉള്ള പൈപ്പ് ഉറപ്പായിട്ടും ഉണ്ട്. ഇഫ് there are 2 sections of a pipe, if there are, അതുകൂടെ നിങ്ങൾ ബെർണോളി സ്ഥിരം ചോദിക്കുമ്പോൾ എഴുതാം. if there are 2 sections of a pipe, പ്രൂഫിനകത്തൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പറയാം. 2 സെക്ഷൻസ് ഉള്ള പൈപ്പാണ്. ഈ ഇക്വേഷനിൽ മാറ്റം വരുന്നത് നിങ്ങൾ കണ്ടോണം. P1 by rho, P1 by rho, കാരണം പ്രഷർ മാറാം പക്ഷെ ഡെൻസിറ്റി മാറത്തില്ല. കാരണം ഒരു പൈപ്പിനകത്തൂടെ, ഒരു പൈപ്പിന്റെ 2 സെക്ഷൻ എന്ന് പറഞ്ഞു, ഒരു പൈപ്പിനകത്തൂടെ നമ്മൾ ഒരു സൈഡിലൂടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തൂടെ മണ്ണെണ്ണ വരത്തില്ലല്ലോ. കാരണം ഡെൻസിറ്റി ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി ഫ്ലോ. ഒരേ ലിക്വിഡ് തന്നെ ആയിരിക്കും അല്ലേ. മണ്ണെണ്ണ ഒഴിച്ചാൽ മണ്ണെണ്ണ വരും, വെള്ളം ഒഴിച്ചാൽ വെള്ളം അപ്പുറത്ത് വരും അല്ലേ. അന്നേരം P1 by rho പ്ലസ് ജി എച്ച്, ജി കോൺസ്റ്റന്റ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആണ്. ജി h1 ഹൈറ്റിന് വ്യത്യാസമൊക്കെ വരാം, പ്ലസ് ഹാഫ് v1 സ്ക്വയർ. ഓക്കെ, 2 സെക്ഷൻ ആണെങ്കിൽ ഒരു സെക്ഷന്റെ ഈക്വൽ അടുത്ത P2 by rho പ്ലസ് GH2 പ്ലസ് ഹാഫ് v2 സ്ക്വയർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് ഒക്കെ വൃത്തിയായിട്ട് നിങ്ങൾ എഴുതണേ, ഒട്ടും വയ്ക്കാൻ വയ്യാതെ. കോൺസ്റ്റന്റ്. ഓക്കെ, ഇടയ്ക്ക് സ്ക്രീനിൽ നിന്ന് ഞാൻ പകുതി വെട്ടിപ്പോയല്ലോ. ഇതാണ് ബെർണോളി സ്ഥിരം. ബെർണോളി സ്ഥിരം ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. നല്ല വൃത്തിയായിട്ട് ബെർണോളി സ്ഥിരത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതുക. എന്നിട്ട് നിങ്ങൾ വൃത്തിയായിട്ട് ഇത് എഴുതുക. പ്രഷർ എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അല്ല അടിപൊളിയായിട്ട് ഇക്വേഷൻ കൊണ്ട് എഴുതി ബോക്സിനകത്തൊക്കെ, ബോക്സിനകത്ത് നോക്കുമ്പോൾ അത് തെറ്റാൻ പാടില്ല. എന്നിട്ട് താഴെ എഴുതുക. ഇഫ് there are 2 sections of a pipe, 2 sections ഉണ്ടെങ്കിൽ P1 by rho plus GH1 plus half V1 square equal P2 by rho plus GH2 plus half V2 square is equal to constant എഴുതുക. ഇത്ര എഴുതുമ്പോഴത്തേനും ബെർണോളി സ്ഥിരത്തിൽ നിന്ന് എന്ത് മാർക്ക് കുറയ്ക്കാൻ പറ്റും? പറ്റത്തില്ല, ഉറപ്പായിട്ടും പറ്റില്ല. ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. ഇനി നമുക്ക് പ്രൂഫ് ഓഫ് ബെർണോളി സ്ഥിരം, അതും ചില്ലറക്കാരിയല്ല, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. പ്രൂഫ് ഓഫ് ബെർണോളി സ്ഥിരം. ഓക്കെ, എന്നിട്ട് നമുക്ക് ബെർണോളി സ്ഥിരം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത പ്രൂഫ് ഓഫ് ബെർണോളി സ്ഥിരം എത്ര വട്ടം റിപ്പീറ്റ് ചെയ്ത് വെച്ചെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അതുപോലെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ പ്രൂഫ് ഓഫ് ബെർണോളി സ്ഥിരം ഒക്കെ. അതുകൊണ്ടാണ് എല്ലാ ടീച്ചേഴ്സും വളരെ വെരി 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 ഇമ്പോർട്ടൻ്റ് നിങ്ങൾക്ക് ആച്ചത്. അല്ല, നമുക്ക് മോശമാക്കണ്ട, ബെർണോളി സ്ഥിരത്തിന് വളരെ ആവേശകരമായിട്ട് നോക്കാം. ഈ ഫിഗർ വളരെ ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ, 2 സെക്ഷൻ ഉള്ള പൈപ്പ് ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഒക്കെ പഠിച്ചു. P1 by rho plus GH1 plus half V1 square is equal to P2 by rho plus GH2 plus half V2 square. ഇത് പ്രൂവ് ചെയ്ത് എടുക്കണം. കാരണം ഇത് 2 സെക്ഷൻ ഉള്ള ഒരു പൈപ്പാണ് കേട്ടോ. ഈ 2 സെക്ഷൻ, ഒരു സെക്ഷൻ എയും മറ്റേ സെക്ഷൻ ബിയും, ഒരു സെക്ഷൻ എയും മറ്റേ സെക്ഷൻ ബിയും ആണ്. എയുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് A1, അവിടുത്തെ വെലോസിറ്റി V1. ഇത് താഴെ നിങ്ങളൊരു ഗ്രൗണ്ട് പോലെ എടുത്താൽ മതി. അവിടുത്തെ ഇവിടെ മുതൽ ആ പൈപ്പ് വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് h1. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന ഏരിയ ക്രോസ് സെക്ഷൻ ആണ്. ഇത് ചെറുതാണ്, ഏരിയ ക്രോസ് സെക്ഷൻ A2, അവിടുത്തെ വെലോസിറ്റി V2, അവിടുത്തെ പ്രഷർ P2, അവിടെ മുതൽ ഇവിടെ വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് h2. അന്നേരം പടം ക്ലിയർ ആയിരിക്കണം. അന്നേരം ഒരു
വ്യത്യസ്ത ഏരിയ ക്രോസ് സെക്ഷൻ ഉള്ള പൈപ്പ് അവിടെ 2 സെക്ഷൻ ഏതൊക്കെ എയും ബിയും. എ അവിടുത്തെ ഏരിയ ക്രോസ് സെക്ഷൻ A1, അവിടുത്തെ വെലോസിറ്റി V1, പ്രഷർ P1, അവിടുത്തെ ഹൈറ്റ് H1 ഉണ്ട്, ഇത്ര ഹൈറ്റ്. ബിയുടെ അവിടുത്തെ ഏരിയ A2, അവിടുത്തെ വെലോസിറ്റി V2, അവിടുത്തെ ഹൈറ്റ് H2, പ്രഷർ P2, അവിടുത്തെ ഹൈറ്റ് H2. ഇത്രയാണ് നമ്മൾ ആദ്യം പടം നല്ല ക്ലിയർ ആയിട്ട് സെൻട്രൽ നല്ല വൃത്തിയായിട്ട് സൈഡിലോട്ട് ഇറങ്ങി സെൻട്രൽ ആയിട്ട് വൃത്തിയായിട്ട് നമ്മൾ പടം വരച്ചിരിക്കണം. ഇനി നമ്മൾ കയറാൻ പോവുകയാണത് എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്തെടുക്കണം. അത് എടുത്തിട്ട് ഇനി നമ്മൾ ഇറങ്ങാവുള്ളൂ. ശ്രദ്ധിച്ചോ, ഇവിടെ ഞാൻ പറഞ്ഞു 3 തരം എനർജി ഉണ്ട്. പ്രഷർ എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. ഇതെങ്ങനെയൊക്കെയാണ് ഈ എനർജി നമ്മൾ എല്ലാവരും എടുത്ത് ചെയ്യുന്നത് നോക്കാം, അല്ലെങ്കിൽ മിക്സ് ചെയ്ത് നമ്മൾ പാചകം ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാം. വർക്ക് ഡൺ ഓൺ യൂണിറ്റ് മാസ് ഓഫ് ദി ലിക്വിഡ് അറ്റ് സെക്ഷൻ എ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് വർക്കും എനർജിയും സെയിം ആണ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വർക്കും എനർജിയും സെയിം ആണ്. ഇവിടെ വർക്ക് എന്ന് പറഞ്ഞാൽ പ്രഷർ എനർജിക്ക് തുല്യമാണ്. വർക്ക് എന്ന് പറയുന്നത് എന്ത് എനർജിക്ക് തുല്യമാണ്? പ്രഷർ എനർജിക്ക് തുല്യമാണ്. അങ്ങനെ ഈ പ്രഷർ എനർജിക്കുള്ള ഇക്വേഷൻ നമ്മൾ മുമ്പേ പറഞ്ഞു P1/ρ ആണ്. അന്നേരം എയുടെ അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് P1 ആയിട്ട് എടുക്കുക, അവിടുത്തെ ഡെൻസിറ്റി ρ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് P1/ρ എടുക്കാമല്ലോ. പ്രഷർ നിങ്ങൾ P1 ആയിട്ട് എടുത്തു, സോറി P1. ഓക്കെ, അന്നേരം എയുടെ അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് P1/ρ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ബിയുടെ അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് P2/ρ ആണ്. റോ കോൺസ്റ്റന്റ് ആണ്. ഞാൻ മുമ്പേ പറഞ്ഞു, എടുത്തു പറയുന്നു ഒരിടത്തുനിന്ന് ഒരു പൈപ്പിന്റെ ഒരു സെക്ഷൻ കൂടെ വെള്ളം ഒഴിച്ചാൽ ഇപ്പുറത്തോടെ മണ്ണെണ്ണ വരത്തില്ല. അന്നേരം ഡെൻസിറ്റി ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി ഫ്ലോ. അന്നേരം എയുടെ അവിടുത്തെ P1/ρ, ബിയുടെ അവിടുത്തെ P2/ρ. ഇനി നെറ്റ് വർക്ക് ഡൺ, ഇപ്പം എയുടെ അവിടുത്തെ വർക്ക് ബിയുടെ അവിടുത്തെ വർക്ക് നെറ്റ് വർക്ക് ഡൺ ഫ്ലോയിങ് ഫ്രം എ ടു ബി P1/ρ മൈനസ് P2/ρ. അവിടെ നിങ്ങൾക്ക് സംശയം തോന്നുന്നത് എന്താ സാർ അങ്ങനെ എഴുതാം? P2/ρ മൈനസ് P1/ρ എന്ന് സാർ എന്തുകൊണ്ട് എഴുതിയില്ല? ചുമ്മാ നമ്മൾ പറയുന്നല്ലോ, കാര്യമുണ്ട്. കാരണം ആസ് ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഇൻക്രീസസ്, പ്രഷർ ഡിക്രീസസ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് കുറവല്ലേ, എയുടെ അവിടെ ഓൾട്ടിറ്റ്യൂഡ് കുറവാണ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രഷർ ഓൾട്ടിറ്റ്യൂഡ് കുറവാണ്, പ്രഷർ കൂടുതലാണ്. ഇവിടെയാണ് പ്രഷർ കൂടുതൽ, കാരണം ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് കുറവാണ്, പ്രഷർ കൂടുതൽ. ആസ് ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ്. ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് കൂടുതലാണ്, ഹൈറ്റ് കൂടുതലാണ്. ആസ് ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ്. ഇവിടെ പ്രഷർ കുറവാണ്. പ്രഷർ കൂടുതൽ എവിടാണ്, കുറവ് എവിടാണ്, അവിടാണ് നമ്മൾ പറഞ്ഞില്ല. ആസ് ഓൾട്ടിറ്റ്യൂഡ് ഹൈറ്റ് കൂടുമ്പോൾ ആസ് ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ്. ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നത് ഇവിടാണ്. ഇവിടെ ഹൈറ്റ് കൂടുതലാണ്, ഓൾട്ടിറ്റ്യൂഡ് കൂടുതലാണ്, പ്രഷർ കുറവാണ്. അതായത് ഇവിടെ പ്രഷർ കൂടുതലാണ്, ഇവിടെ പ്രഷർ കൂടുതലാണ്, ഇവിടെ പ്രഷർ കുറവാണ്. ഇതാണ് അതിന്റെ റീസൺ. അന്നേരം എപ്പോഴും നമ്മൾ കൂടിയിടത്തു നിന്ന് കുറഞ്ഞിടത്തോട്ടെ നമ്മൾ അതിന്റെ ഡിഫറൻസ് എടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് എ ടു ബി എടുക്കുമ്പോൾ P1/ρ, കാരണം ഇവിടെ പ്രഷർ ഓൾട്ടിറ്റ്യൂഡ് കൂടുതലാണ്, പ്രഷർ കുറവാണ്. മനസ്സിലായി? P1/ρ മൈനസ് P2/ρ. ഓൾട്ടിറ്റ്യൂഡ് കുറഞ്ഞാൽ പ്രഷർ കൂടുതലാണ്, ഓൾട്ടിറ്റ്യൂഡ് കൂടിയാൽ പ്രഷർ കുറവാണ്. ആ ഒരു കൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. അന്നേരം അതുകൊണ്ടാണ് ഇവിടെ പ്രഷർ കൂടുതലാണ്, അവിടെ പ്രഷർ കുറവാണ്. അതുകൊണ്ട് P1/ρ മൈനസ് P2/ρ. ഇതേ സെയിം നെറ്റ് ഗെയിൻ പൊട്ടൻഷ്യൽ എനർജി, എയുടെ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി സിമ്പിൾ ആയിട്ട് എയുടെ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ യൂണിറ്റ് മാസ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ GH എന്ന് എഴുതത്തില്ലേ? എയുടെ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആകുമ്പോൾ നമുക്ക് GH1 എന്ന് എഴുതാം. എയുടെ അവിടുത്തെ സിമ്പിൾ ആയിട്ട്. ബിയുടെ അവിടുത്തെ ആണെങ്കിൽ നമുക്ക് GH2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി ഇതുപോലെ നെറ്റ് ഗെയിൻ എടുക്കുമ്പോൾ നമ്മൾ ഹൈറ്റ് കൂടിയെടുത്തല്ലേ പൊട്ടൻഷ്യൽ എനർജി കൂടുതൽ. അങ്ങനെയല്ലേ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഡെഫിനിഷൻ പഠിച്ചിരിക്കുന്നതിൽ ഒരെണ്ണം നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഹൈറ്റ് കൂടിയെടുത്ത് പൊട്ടൻഷ്യൽ എനർജി കൂടുതൽ. അന്നേരം ഹൈറ്റ് കൂടുതൽ എവിടെ? ഇവിടെ അല്ലേ? അന്നേരം ഇവിടുത്തെ ഹൈറ്റ് H2, അവിടുത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റന്റ്. അന്നേരം GH2. ഹൈറ്റ് കുറവ് ഇവിടെ, അന്നേരം GH2 മൈനസ് GH1 ആയിരിക്കും നെറ്റ് ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി. നോക്കി, നെറ്റ് ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി ഫ്രം എ ടു ബി GH2 മൈനസ് GH1. കേട്ടോ, അത് ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ ആയിരിക്കും കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി നമ്മുടെ യൂണിറ്റ് മാസ് കൺസിഡർ ചെയ്യുമ്പോൾ ½ V2² മൈനസ് ½ V1². നോക്കി, ½ V2² മൈനസ് ½ V1². ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പ്രൂഫിന്റെ ഒരു മെയിൻ സാധനങ്ങൾ നമുക്ക് കിട്ടും. അന്നേരം നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെയാണ് ഓർത്തിരിക്കേണ്ടത്. ആദ്യം നമ്മൾ പ്രഷർ എനർജിയെ വർക്കായിട്ട് കൺസിഡർ ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ അത് ചുമ്മാ ഇക്വേഷൻ നല്ല P1/ρ മൈനസ് P2/ρ എഴുതാനുള്ള കാരണം ഞാൻ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ നെറ്റ് ഗെയിനിങ് പൊട്ടൻഷ്യൽ എനർജി എടുക്കുക. അതും ചുമ്മാ എഴുതുന്നതല്ല, നെറ്റ് ഗെയിനിങ് കൈനറ്റിക് എനർജി എടുക്കുക.
എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എഴുതുന്നത് ശ്രദ്ധിക്കണം. ടോട്ടൽ ഗെയിൻ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും നമ്മൾ എഴുതി, അതിന്റെ ടോട്ടൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ രണ്ടുകൂടെ കൂട്ടുക. അന്നേരം പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്തുവാ? GH2 മൈനസ് GH1. അതിലെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ GH2 മൈനസ് GH1. ടോട്ടൽ ഗെയിൻ ആവുമ്പോൾ പ്ലസ് കൈനറ്റിക് എനർജി ഇക്വേഷൻ ഹാഫ് V2² മൈനസ് ഹാഫ് V1². ഇത്രയും ക്ലിയർ ആയല്ലോ. ഇതിനകത്ത് ഒരു ഡൗട്ടും നിങ്ങൾക്ക് തോന്നാൻ, ഇത്രയും വരെ ഒരു ഡൗട്ടും തോന്നാൻ യാതൊരു ചാൻസും ഇല്ല. ഒന്നോ രണ്ടോ വട്ടം ഒന്ന് കേട്ട് നോക്കുക. പ്രൂഫ് ആവുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് 3 മാർക്ക് മിനിമം പ്രൂഫിന് മാത്രമുണ്ട്. അന്നേരം ഇതുകൊണ്ട് തീർന്നില്ല. 2 സ്റ്റെപ്പ് 2-3 സ്റ്റെപ്പ് കൊണ്ട് ക്ലിയർ ആകുകയാണ്. ഇതുവരെ ഓക്കെ ആണല്ലോ. ബോർഡ് ഏകദേശം നിറഞ്ഞേക്കുന്നതുകൊണ്ട് ഞാൻ താഴോട്ട് എഴുതുന്നില്ല. അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും. ഓക്കെ ഓക്കെ അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ ടോട്ടൽ ഗെയിൻ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി എഴുതി വെച്ചു. അത് ഞാൻ ഒന്നുകൂടെ പറയാം. GH2 മൈനസ് GH1 പ്ലസ് ഹാഫ് V2² മൈനസ് ഹാഫ് V1². ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് വർക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത് പ്രഷർ എനർജിയാണ്. ഇത് ടോട്ടൽ ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഇനി ഈസി കഴിഞ്ഞു. അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം, നമ്മൾ 5ാമത്തെ ചാപ്റ്റർ വർക്ക് എനർജി പവറിനകത്ത് പഠിച്ചാണ് വർക്ക് എനർജി തിയറം. അതിനകത്ത് നമ്മൾ പഠിച്ചു വർക്ക് എനർജി തിയറം അനുസരിച്ച് വർക്കും എനർജിയും സെയിം ആണ്. അന്നേരം വർക്ക് ഈസ് ഈക്വൽ ടു എനർജി. വർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്ത് എനർജിയാണ്? പ്രഷർ എനർജിയാണ്. ഇവിടെ ബെർണോളിസ് തിയറത്തിനകത്ത് അന്നേരം വർക്കിന് പകരം P1/ρ മൈനസ് P2/ρ ഈസ് ഈക്വൽ ടു എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജിയാണ് എനർജി. അന്നേരം GH2 മൈനസ് GH1 പ്ലസ് ഹാഫ് V2² മൈനസ് ഹാഫ് V1². അതുപോലെ ഇങ്ങനെ എഴുതിയെടുത്തേ ഉള്ളൂ. ഇനി ഫൈനൽ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണ്ടി ഈസി ആയിട്ട് ഇതാക്കാം. നോക്കി P1/ρ മൈനസ് GH1 ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ പ്ലസ് GH1. എന്ത് രസം. മൈനസ് ഹാഫ് V1² ഇപ്പുറത്ത് വന്നാൽ പ്ലസ് ഹാഫ് V1². ബാക്കിയുള്ള ഇപ്പുറത്ത് വന്നു വരും P2/ρ പ്ലസ് GH2 പ്ലസ് ഹാഫ് V2². അവന്റെ പ്രൂഫ് ആയില്ലേ? നിങ്ങൾ നോക്കി എപ്പടി ഇருக்கு? സൂപ്പർ ആയിരിക്കേ. അല്ല അടിപൊളിയായില്ലേ? ഇതാണ് ബെർണോളിസ് തിയറത്തിന്റെ പ്രൂഫ്. ഇങ്ങനെ വേണം ബെർണോളിസ് തിയറം പഠിക്കാൻ. If there are 2 sections of a pipe, പടം വേണം പ്രൂഫിന്, മറക്കരുത് പടം വേണം പ്രൂഫിന്. എല്ലാം കൃത്യമായിട്ട് എഴുതി ഈ ഫൈനൽ സ്റ്റെപ്പിൽ കൊണ്ട് എഴുതണം. If there are 2 sections of a pipe, P1/ρ plus GH1 plus half V1² is equal to P2/ρ plus GH2 plus half V2² എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് കണ്ടിപ്പാ 3 മാർക്ക് കിടക്കുമോ? 3 മാർക്ക് കിട്ടും. സൂപ്പറായിട്ട്. ഇങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ. ഇത് ബെർണോളിസ് തിയറം, ബെർണോളിസ് തിയറത്തിന്റെ പ്രൂഫ്. ഇനി നമുക്ക് എന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് ചാടി കയറണം. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കണം, എന്നിട്ട് ഫിനിഷ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ചാപ്റ്റർ കയറിയിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാം വേറെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് 1 മാർക്ക് പോലും ഫിസിക്സിന് പോകാത്ത രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറും അടിപൊളിയായിട്ട്. ആപ്ലിക്കേഷൻസ് ഓഫ് ബെർണോളിസ് തിയറം ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. 1-2 ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് കയറി പോവാം. ഓക്കെ, നമുക്ക് ബെർണോളിസ് തിയറം പ്രൂഫ് എല്ലാം കഴിഞ്ഞു. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് ബെർണോളിസ് തിയറം ഒരുപാട് വട്ടം ചോദിക്കുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്. വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് ഓഫ് എ ലിക്വിഡ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ടോറിസെല്ലിസ് തിയറം ഇതിനകത്ത് ചോദിക്കും. ടോറിസെല്ലിസ് ബാരോമീറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതല്ല ഇത്. ടോറിസെല്ലിസ് തിയറം ചോദിച്ചാൽ വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് ഓഫ് എ ലിക്വിഡിനകത്ത് വരുന്നതാണ്. കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം എന്തൊക്കെയാ പേരെന്നുള്ളത്. മാഗ്നസ് എഫക്ട്, ബ്ലോയിങ് ഓഫ് ദി റൂഫ്സ് ഡ്യൂ ടു സ്റ്റോം, ബ്ലോയിങ് ഓഫ് ദി റൂഫ്സ്, റൂഫുകളെല്ലാം പറക്കുന്നു സ്റ്റോമിൽ ഇതുകൊണ്ട്. വാസ്കുലാർ ഫ്ലട്ടർ, അറ്റമൈസർ, വെഞ്ചുറിമീറ്റർ, ഇതെല്ലാം അറ്റമൈസർ, വെഞ്ചുറിമീറ്റർ ഇതെല്ലാം ഇതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട്. സിലിണ്ടറിക്കൽ ഷേപ്പ് ഓഫ് ദി ബുള്ളറ്റ്, ഇതെല്ലാം ബെർണോളിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ. നമുക്ക് ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയാം, ബാക്കിയുള്ള എല്ലാം നമുക്ക് റിവിഷൻ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തി പഠിക്കാം. അന്നേരം അടിപൊളിയായിട്ട് പഠിക്കാം. ഒരുപാട് വട്ടം ചോദിച്ചാൽ റിപ്പീറ്റ് ചെയ്തേക്ക് ചോദിച്ചിരിക്കുന്ന 2-3 ആപ്ലിക്കേഷൻ. വെഞ്ചുറിമീറ്റർ ചോദിച്ചിട്ടുണ്ട്, വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് ഓഫ് എ ലിക്വിഡ് അല്ലെങ്കിൽ ടോറിസെല്ലിസ് തിയറം ചോദിച്ചിട്ടുണ്ട്, ആറ്റമൈസർ ചോദിച്ചിട്ടുണ്ട്, മാഗ്നസ് ഇഫക്റ്റ് ചോദിച്ചിട്ടുണ്ട്. അന്നേരം ഏറ്റവും കൂടുതൽ വട്ടം ചോദിച്ചിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഒരെണ്ണമാണ് വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് ഓഫ് എ ലിക്വിഡ്, ടോറിസെല്ലിസ് തിയറം. അന്നേരം വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ള കാര്യം ആണ്. ഇവിടെ ഒരു ബീക്കർ ഉണ്ട്, നല്ല ബീക്കർക്ക് നല്ല വൃത്തിയായിട്ട് വരച്ചിട്ടുണ്ട്. അതിനകത്ത് ബീക്കറിനകത്ത് നിറച്ചും വെള്ളം എടുക്കുക, മൊത്തത്തിലുള്ള ഹൈറ്റ് ക്യാപിറ്റൽ H, എന്നിട്ട് അവിടെ ഒരു ഹോൾ ഇടുക. ആ ഹോൾ എന്ന് പറയുന്നതാണ് ആ ഹോൾ എന്ന് പറയുന്നതാണ് O എന്ന് പറയുന്നത്. ആ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതുവഴി വെള്ളം പോവും അല്ലെ, ഇതുവഴി വെള്ളം ഇങ്ങനെ പോവും. ഹോൾ ഇട്ട്
ഹോളിനെ പറയുന്നവരാണ് ഓറിഫിസ്, ORIFIC. ഓറിഫിസ് എന്ന് പറഞ്ഞാൽ നാരോ ഹോൾ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അന്നേരം ഹോൾ ഇട്ടു, അതുവഴി വെള്ളം പാസ് ചെയ്തു. ഹോൾ ഇട്ട അവിടെ മുതൽ മണ്ടയ്ക്ക് വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നതാണ് സ്മോൾ എച്ച്. മൊത്തത്തിലുള്ള ഹൈറ്റ് ക്യാപിറ്റൽ എച്ച് ആണ്. ഈ ഹോൾ വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് സ്മോൾ എച്ച് ആണ്. പി എന്ന് പറയുന്നത് പ്രഷറാണ്. അന്നേരം എന്താണ് ഈ വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് ഓഫ് എ ലിക്വിഡ്? ഒരു ഹോൾ ഇട്ട് കഴിയുമ്പോൾ വെള്ളം ഫ്ലോ ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിൽ, പ്രത്യേക വെലോസിറ്റി, ആ ഹോളിനകത്തൂടെ ആ വെലോസിറ്റി, ആ വെള്ളം ഒഴുകാൻ എടുക്കുന്ന വെലോസിറ്റിയെ പറയുന്ന പേരാണ് വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് ഓഫ് എ ലിക്വിഡ്. നമ്മളെല്ലാം ഡെറൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ഈ വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് ഓഫ് എ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു നാരോ ഹോളിനകത്തൂടെ ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യാൻ എടുക്കുന്ന വെലോസിറ്റിയെ പറയുന്ന പേരാണ് വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് ഓഫ് എ ലിക്വിഡ്. ഓക്കെ വാ, ഇനി നമുക്ക് അവിടുത്തെ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യാം. അറ്റ് ദി സർഫസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ എനർജി കാണും? നമുക്ക് 3 എനർജി ആണല്ലോ ഉള്ളത്: പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. ഞാൻ ഹോൾ ഒന്നും ഇട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക. ഹോൾ ഇട്ടില്ലെങ്കിൽ ആ ബീക്കർ അതുപോലെ ഇരിക്കുന്നു. ഹോൾ ഇട്ടിട്ടില്ല എങ്കിൽ എന്തായാലും, ഹോൾ ഇട്ടാലും ഇല്ലെങ്കിലും പ്രഷർ എനർജി എന്തായാലും കാണും. അന്നേരം പ്രഷർ എനർജി ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, P/ρ. ഹോൾ ഇട്ടില്ലെങ്കിൽ അവിടെ ഏകദേശം റെസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ പോലും അവിടെ എന്തായാലും പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, GH. ഹോൾ ഇട്ടാലേ ലിക്വിഡ് ഫ്ലോ ചെയ്യത്തുള്ളൂ. അന്നേരം അവിടെ ഫ്ലോ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ കൈനറ്റിക് എനർജി 0. അന്നേരം അറ്റ് ദി സർഫസ് പ്രഷർ എനർജി എന്ന് പറയുന്നത് V/ρ. ഇങ്ങനെ ഒന്ന് മനസ്സിലായി. പൊട്ടൻഷ്യൽ എനർജി ഹോൾ ഇട്ടിട്ടില്ല, GH, കൈനറ്റിക് എനർജി 0. അങ്ങനെയാണ് ഈ ടോട്ടൽ എനർജി, 3 എനർജിയുടെ സം, ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു P/ρ പ്ലസ് GH പ്ലസ് 0 എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു P/ρ പ്ലസ് GH. ഇനി നമുക്ക് ഹോൾ ഇടാം. അറ്റ് ദി ഹോൾ O. ഹോൾ ഇട്ട് കഴിയുമ്പം സ്വാഭാവികമായിട്ടും വെള്ളം ഒഴുകും. അവിടെ പ്രഷർ എനർജി ഉണ്ട്, P/ρ. പൊട്ടൻഷ്യൽ എനർജി കാണും, കാരണം റെസ്റ്റ് അല്ലല്ലോ, അത് മൂവ് ചെയ്യുക. അന്നേരം പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറി? 0. കൈനറ്റിക് എനർജി എന്തായി? ഹാഫ്. കൈനറ്റിക് എനർജി ഉണ്ട്, കാരണം ആ ലിക്വിഡ് ഫ്ലോ ചെയ്യാണ്. കൈനറ്റിക് എനർജി ഹാഫ്.